Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV Chacko Gold and Diamonds അങ്കമാലി. മഹാത്മാഗാന്ധിയുടെ 67ാമത് രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. അങ്കമാലി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന രക്തസാക്ഷിത്വ ദിനാചരണം MLA റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനം ഓരോ ഭാരതീയനെ സംബന്ധിച്ചും ഒരിക്കലും വിസ്മരിക്കാനാവാത്ത ഒരു ദിവസമാണ്. ഭാരതീയർക്ക് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള അഹിംസാവാദികളായിട്ടുള്ള മതേതരവാദികളായിട്ടുള്ള എല്ലാ വിഭാഗം ആളുകളും മഹാത്മജിയെ അവരുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. സംഘപരിവാർ ശക്തികൾ മഹാത്മാഗാന്ധിയുടെ നെഞ്ചിലേക്ക് നിറയൊഴിച്ചപ്പോൾ അവർ രാജ്യത്തെ ഭിന്നിപ്പിക്കാനായിട്ടുള്ള സന്ദേശം അല്ലെങ്കിൽ അവരുടെ താല്പര്യമാണ് ഒരിക്കൽ കൂടി വെളിവാക്കിയത്. ഗാന്ധിജി എല്ലാ കാലത്തും അദ്ദേഹം ഒരു തികഞ്ഞ ഹിന്ദുമത വിശ്വാസിയായിരുന്നുവെങ്കിലും എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുകയും എല്ലാ മതങ്ങളും ഒരേപോലെ സഹവർത്തിത്വത്തോടുകൂടി ജീവിക്കുന്ന ഒരു ഇന്ത്യ വിഭാവനം ചെയ്തിട്ടുള്ള മഹത് വ്യക്തിയാണ്. പക്ഷേ ആ മതേതരത്വവും അതുപോലെ തന്നെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സമഭാവനയും ഒക്കെ അത് അംഗീകരിക്കാൻ സാധിക്കാത്ത സംഘപരിവാർ ശക്തികളാണ് മഹാത്മാഗാന്ധിയുടെ നെഞ്ചിലേക്ക് നിറയൊഴിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്കമാലി KSRTC ബസ് സ്റ്റാൻഡിനു സമീപം സംഘടിപ്പിച്ച ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ആന്റോ മാവേലി അധ്യക്ഷത വഹിച്ചു. രാജ്യം അദ്ദേഹത്തെ അനുസ്മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഇന്നും നിലനിൽക്കുകയാണ്. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും മതേതരത്വത്തിനും സമത്വത്തിനും വേണ്ടി പോരാടിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് കൂടിയായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ ആദർശങ്ങളെ ബലികഴിക്കുന്ന ഫാസിസ്റ്റ് ഭരണകൂടം, RSS, BJP അടക്കമുള്ള ഭരണകൂടങ്ങൾ അദ്ദേഹത്തിന്റെ ആദർശങ്ങളെ വീണ്ടും വീണ്ടും ബലികഴിക്കുകയാണ്. മുൻ MLA PJ ജോയ്, KPCC അംഗം അഡ്വക്കേറ്റ് ഷിയോപോൾ, DCC സെക്രട്ടറിമാരായ KP ബേബി, KV ജേക്കബ്, PV സജീവൻ, മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS ഷാജി, UDF കൺവീനർ TM വർഗീസ്, മണ്ഡലം പ്രസിഡന്റുമാർ, മഹിളാ കോൺഗ്രസ് അംഗങ്ങൾ, INTUC അംഗങ്ങൾ, യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ, ബ്ലോക്ക് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. അക്രമത്തിലൂടെയല്ല, തികച്ചും നല്ല സഹനത്തിലൂടെയെല്ലാം നേടിയെടുക്കാമെന്ന് ഇന്ത്യക്കും ലോകത്തിനുമൊക്കെ കാണിച്ചു കൊടുത്ത ആ മഹാത്മാവിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇവിടെ പറഞ്ഞതുപോലെ ഇനിയുള്ള കാലഘട്ടത്തിൽ മഹാത്മാഗാന്ധിയുടെ മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് അദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മുന്നോട്ട് പോകണം. ആ പ്രവർത്തകരായി നമ്മൾ ആ ദൗത്യം ഏറ്റെടുക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചു.